ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ ഏകദേശം നടുഭാഗമാണ്. ഈ ഏരിയയുടെ പേരുടെ തൂത്തുക്കുടിയുടെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. തമിഴ്നാടിൻ്റെ അടുത്ത് തൂത്തുക്കുടി. ഭയങ്കര കാറ്റാണ്. കാറ്റുള്ള ഈ പ്രദേശത്ത് കറണ്ടില്ല. തമിഴ്നാട് സർക്കാർ ചെയ്തിരിക്കുന്ന കറണ്ടിൻ്റെ പുതിയ ബുദ്ധിയാണ് ഞാൻ ഈ നിൽക്കുന്ന മേപ്പോട്ട് നിൽക്കുന്ന ഈ സാധനം. അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. ഈ ഒരു ഭങ്കയ്ക്ക് ഇതൊരു ഭങ്ക, ഒരു ലീഫ്, പാലിൻ്റെ ലീഫാണ്. ഏകദേശം 10 KSRTC ബസ്സിൻ്റെ നീളമുള്ള ഒരു ഭങ്കയ്ക്ക് ഏതാണ്ട് 4 കോടി രൂപ വരും. അങ്ങനെ 3 ഭങ്കയ്ക്ക് ഏകദേശം 12 കോടി രൂപ വരും. ഈ ഭങ്ക ഫിറ്റ് ചെയ്യുന്ന തൂണിന് ഏകദേശം ഒരു 6 കോടി വരും. ഏതാണ്ട് 18 കോടി, മൊത്തം 20 കോടി രൂപയാണ് ഈ പ്രൊജക്റ്റിൻ്റെ വില. ഈ ഒരെണ്ണത്തിലൂടെ ഏകദേശം എത്ര ലക്ഷം കിലോവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും 20 കോടി രൂപ വിലയുള്ള ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ 1.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്ക് തമിഴ്നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനം വിലയ്ക്ക് വാങ്ങാനുള്ള പണമാണ് ഈ സാധനം മാത്രം വയ്ക്കാൻ തമിഴ്നാട് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ നീളം 29 മീറ്ററാണ്. ആ മീറ്റർ നീളമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു ഭങ്കയുടെ, 3 ഭങ്കയുടെ അല്ല, ഒരേ ഒരു ഭങ്കയുടെ നീളമാണ്. ചേട്ടനത് വിശ്വസിച്ചോ പറഞ്ഞിട്ട്? ഈ ഒരു ഭങ്ക കൊണ്ടുവരുവാൻ ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വണ്ടിയുടെ നീളം എന്ന് പറയുന്നത് ഒരു വലിയ പുഴയുടെ പാലത്തിൻ്റെ അത്രയുണ്ട്. ഇതിൻ്റെ ഭങ്കയ്ക്കുള്ളിൽ ഏകദേശം ഒരു 2000 പേർക്ക് ഇരിക്കാം ഒരു ഭങ്കയുടെ ഉള്ളിൽ. ഈ ഭങ്ക ഫിറ്റ് ചെയ്യുന്ന, ഈ തൂണ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം മിനിമം 10 സെൻറ്റ് സ്ഥലത്തെ ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്രയും വലിയൊരു കാഴ്ച വർഷങ്ങളായിട്ട് പോകുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ ഒരു കാറ്റാടി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കുമ്പോൾ ആകപ്പാടെ ഈ ചെറുവിരലിൻ്റെ വണ്ണത്തിലല്ലേ കറങ്ങണേ. ആ കറങ്ങുന്ന ഭങ്കയാണ് ഈ നിൽക്കുന്നത്. ആ ഭങ്ക കൊണ്ടിരുന്ന വണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആ 30 മീറ്റർ നീളമുള്ള ഭങ്കയെ ഞാൻ മുഴുവൻ നിങ്ങളെ കാണിക്കുകയാണ്. അത്ഭുതകരമായൊരു വീഡിയോയാണ്. ഞാൻ മൊത്തം കാണിക്കാം വെറും 2 മിനിറ്റിനുള്ളിൽ. മുഴുവൻ കണ്ടു തീർക്കണം. ഇങ്ങനെയുണ്ട് സാറ് നോക്കിയേ. ഈ ഭങ്ക കൊണ്ടിരുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടിയുടെ മുകളിലേക്കാണ് ഈ ഭങ്ക. നോക്കിക്കോളൂ. ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു കാറൊക്കെ നോക്കിയേ. ആ ഭങ്കയുടെ ചുവട്ടിൽ കാറൊന്നുമല്ല, ഒരു വണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുവാണ്. ഈ ഭങ്ക കണ്ടോ, പോണുണ്ടോ? ഏകദേശം ഞങ്ങളുടെ വണ്ടി അങ്ങ് ഏറ്റത്ത് കിടക്കണുണ്ടോ? ആ വണ്ടിയുടെ, എൻ്റെ കാറിൻ്റെ നീളമുണ്ട് 40 മീറ്റർ ആണ് കേട്ടോ. 30 അല്ല, 40 മീറ്ററിനടുത്താണ് ഈ ഒരു ഭങ്ക. ഇത് നോക്കിയേ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതൊക്കെ കാണുമ്പോഴല്ലേ യഥാർത്ഥ അത്ഭുതം. ഒരു
തീവണ്ടിയുടെ 5 കമ്പാർട്ട്മെൻറ്റിൻ്റെ നീളമുണ്ട് ഇതിൻ്റെ ഒരു പങ്കയ്ക്ക്. ഞാൻ നല്ല സ്പീഡ് നടക്കണേ. ഇതിൻ്റെ ഒരു സെക്ഷനിലെ വണ്ടിയുടെ നീളം കണ്ടോ? ഈ പങ്കയുടെ നീളം കണ്ടോ? ഒരു കാറ് നോക്കിക്കേ, ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിനേക്കാളും വലുതാണ് ഒരു പങ്ക. ഈ പങ്ക കൊണ്ടിരുന്ന ഇരുമ്പ് തകിടും ചങ്ങലും നോക്കിക്കേ. ഇപ്പോഴും ഞാൻ തീർന്നിട്ടില്ല, ഇനിയും പോകാനുണ്ട്. ഇതിങ്ങനെ പോയി 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 എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ ഇനി 30 മീറ്റർ ഉണ്ട്. 30 മീറ്റർ അല്ലാണ്ട് 50 മീറ്ററിൻ്റെ മുകളിലുണ്ട് കേട്ടോ. 50 മീറ്ററിൻ്റെ മുകളിലാണ് ഒരു പങ്ക. ഈ 3 പങ്ക കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ശങ്കരാടി പറയുന്നത് പോലെ ചറപറാന്നിങ്ങനെ കരണ്ട് വരികയാണ്. 50 മീറ്ററും അല്ല കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ലൈറ്റൊക്കെ കത്തണോ? ഈ പങ്കയുടെ മുകളിൽ ലൈറ്റുകളൊക്കെയാണ് മക്കളെ. ഇപ്പോൾ നോക്കിക്കേ, ഇത് കൊണ്ടിരുന്ന വണ്ടിയുടെ ആ ഒരു ലെങ്ത് നോക്കിയേ. ഈ കാണുന്ന പോസ്റ്റ് കണ്ടോ? ഈ പോസ്റ്റിൻ്റെ ഇവിടെ നിന്ന്, എൻ്റെ കാറിൻ്റെ ഇവിടെ നിന്ന് 4 പോസ്റ്റിൻ്റെ നീളമാണ് ഈ പങ്കയ്ക്കുള്ളത്. ഇനി ഞാൻ വൈഡ് വ്യൂവിൽ കാണിക്കാം. ഒരേ ഒരു പങ്കയാണിത്. 4 കോടി രൂപ വില വരുന്ന ഈ ഒരേ ഒരു പങ്ക, ഈ 3 പങ്ക ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ തൂണിലേക്ക് കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് കാറ്റിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. കടലാണ് ഇവിടെ മൊത്തം. തൂത്തുക്കുടി കടലാണല്ലോ, അറിയാമല്ലോ. തൂത്തുക്കുടിയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, പോർട്ട്, കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയയിൽ കാറ്റിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തമിഴ്നാട് സർക്കാർ നിർമ്മിക്കുന്ന ഇതുപോലത്തെ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അതിൽ കൂടുതൽ കാറ്റാടി യന്ത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 20 കോടി ഇൻറ്റു ഏകദേശം 2 ലക്ഷം കാറ്റാടി യന്ത്രങ്ങൾക്ക് 2 ലക്ഷം ഇൻറ്റു 20 കോടി കണക്ക് കൂട്ടിക്കുക മക്കളെ. ഒരു കാറ് കിടക്കണുണ്ടോ അടയ്ക്കാക്കുരിയെ പോലെ. ഇതിൻ്റെ ഡ്രൈവറാണിത് നിൽക്കണേ, കണ്ടോ? ഒരു പങ്ക കൊണ്ടുവരാൻ വേണ്ടി ഈ നീളം. അടുത്ത പങ്കയുടെ നീളം നോക്കിയേ. ഈ ഒരു വണ്ടി തന്നെ ഇതിനു വേണ്ടിയാണ്. पूरा वीडियो अंदर में डालेगा, केरल में देखने को। ड्राइवर कौन है? केरल में आएगा, वो महाराष्ट्र में आएगा। ये किधर से आएगा, लेके आएगा? ये अभी तो यहीं से लौट गया है, तूतुकुड़ी पोर्ट നിന്ന് കൊണ്ടുവരുന്നതാണ്. कितना मीटर दूर है? 82 मीटर. ഓ 82 മീറ്റർ ദൂരമാണ്. 80 और 2 82 മീറ്റർ നീളം, 82 മീറ്റർ നീളമുള്ള ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഗാഡി ഹേ. ഗാഡി ഉസ്കോ സെപ്പറേറ്റ് ഗാഡി ഹേ. അതായത് ഒരു സെപ്പറേറ്റ് വണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുവാണ്. ഓ തമിഴ്നാട് में ये वाला कितना है पूरा? कितना लाख? काफी लगा हुआ है. 1 लाख के ऊपर है? नहीं, 1 लाख के ऊपर तो नहीं होगा. कितना? तमिलनाडु में कोई 10-15 हज़ार के आसपास होगा टोटल. पूरे तमिഴ്നാട് में ആണോ? ഓ 50,000 താഴെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാലും ഏകദേശം बिग साइज. बाकी जो छोटे करके वो तो हो जाएंगे 50,000 तक. ഓ 1 लाख ऊपर ആയേगा. ഓ പലതരത്തിലുള്ള ഇത് ഏതാണ്ട് 1.5 ലക്ഷം ഐറ്റംസ് ഇങ്ങനെ വരും. ഇത്രയും വലിയ സാധനം ഉൾപ്പെടെ ഇത് വരുമെന്നാണ് പറയുന്നത്. എന്തായാലും എത്ര ലക്ഷം കോടി രൂപയുടെ മുടക്കാണ് ഇതിന് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഡ്രൈവറാണത്. 2 പങ്കേ ഉള്ളൂ. ഒരു പങ്ക 5 മിനിറ്റിനുള്ളിൽ വരും. അത് കണ്ടു നിൽക്കാനുള്ള സമയം നമുക്കില്ല, യാത്രയാണ്. എന്തായാലും अरे भाई चले, हम केरल में आएगा. रिपेयर है. ओ रात में चलने के टाइम ओ सिग्नल डेंजर लाइट्स. ഇത് സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഈ റോഡിനേക്കാളും വീതിയാണ് ഇതിന്. രാത്രി 12 മണിക്ക് ശേഷമേ ഇത് കൊണ്ടുപോവുകയുള്ളൂ. നല്ലൊരു വീഡിയോ നിങ്ങളെ കാണിച്ചതിൽ, വളരെ അറിവ് തരുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. എന്തായാലും നമ്മുടെ കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എന്നാണോ എത്തുന്നത്? നമുക്ക് നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി ഇതുപോലത്തെ നല്ലൊരു ഐറ്റം നമ്മുടെ നാട്ടിൽ വരുന്നത് കാണുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.